എല്ലാം കഴിഞ്ഞപ്പോഴാണ് പൊട്ടുന്നത്. നമുക്ക് സ്ഥലമില്ലല്ലോ. ഇതല്ലേ മറ്റേ നമ്മുടെ പ്രതീക്ഷ എന്ത് പറയുന്നു? ഇപ്പം നമസ്കാരം. രണാസുന പൊളിച്ചെടുക്കൽ എപ്പിസോഡ് നമ്പർ 3. ഇന്ന് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോഴും രണാസുന കുറെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണാസുന തന്നെ കൊണ്ട് തരുന്നുണ്ട്. ഓരോ കള്ളങ്ങൾ അപ്പം വലിയ താമസമുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് രണാസുന പറഞ്ഞത്? അതായത് ഈ പറയുന്ന സുധിച്ചേട്ടന്റെ ട്രോഫി അവിടെ വെക്കാത്തത് എന്തുകൊണ്ട്? ഋതപ്പൻ എടുത്ത് ഒടിച്ചു കളയും. ഇപ്പൊ ഒരു പിന്നീട് കുറച്ചു നേരം ഒരു മണിക്കൂറായിട്ടുള്ളൂ ഒരു പുതിയൊരു ഇന്റർവ്യൂ, മണിക്കൂർ അനുസരിച്ച് ഇന്റർവ്യൂ വരികയാണല്ലോ. ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ ഇതെല്ലാം പാളീസാവുന്നുണ്ട്. കാരണം കിച്ചു ഈ വീഡിയോ ഇടുന്നതിന് മുമ്പാണ് ഈ ഇന്റർവ്യൂ എടുത്തത്. പക്ഷെ ഔട്ടായത് ഇപ്പൊ തന്നെ ഉള്ളൂ. അതിൽ കുറെ കാര്യങ്ങൾ പൊളിഞ്ഞടുങ്ങുന്നുണ്ട്. എന്റെ കർത്താവേ, സുധീയുടെ ബാഗ്, ഈ രണാസുനയുടെ നോട്ടം, രണാസുനയുടെ മണപ്പിൽ ഒരുപാടുണ്ട് ഈ കേസ് പറയാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നല്ലടെ. കുറച്ച് പണിയുണ്ട്. ഞാൻ പാതിരാത്രി മണി 12 ആവാൻ പോണ്. പക്ഷെ 11 കഴിഞ്ഞു. വീടിനെ കുറച്ച് പണിയുണ്ട്. നമുക്ക് പൊളിച്ചെടുക്കണ്ടേ? അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്തായാലും നമ്മുടെ കിച്ചു, അതായത് ഈ പറയുന്ന നമ്മുടെ കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിന്റെ ചാനൽ 100K കഴിഞ്ഞു. 110K ആയി. കൺഗ്രാറ്റുലേഷൻസ്. അവൻ അതിന്റെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ലൈവിൽ ഈ പറഞ്ഞതുപോലെ സൂപ്പർ ചാറ്റിന്റെ പെരുമഴയായിരുന്നു. ഇഷ്ടംപോലെ ഏതാണ്ട് 4000, ഞാൻ നോക്കിയപ്പോ 4000-ന് മേളില് പിന്നീട് വ്യൂസ് ഉണ്ട്, ഓൺലൈൻ വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ സൂപ്പർ ചാറ്റുകൾ ഒരുപാടെണ്ണം പടപട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എന്റെ രണാസുനി, താങ്കൾക്ക് ഇനിയിപ്പോ ഈ പറയുന്ന കഴിഞ്ഞ വട്ടം ഇട്ട ആ ഒരു ബ്ലോഗ് ഏതാണ്ട് 1.5 മില്യൺ എന്തോ ആവാറായി. 1.4 എന്തോ ആയത്. ഇതൊക്കെ കണ്ട് രണാസുനി വിചാരിക്കുമ്പോ എനിക്ക് മാത്രമല്ല എല്ലാ വ്യൂസ് എങ്ങോട്ട് പോയി? കിച്ചു ഞാൻ പറഞ്ഞ ഇനി വ്യൂസ് അവന് കൊടുത്താൽ മതി എന്നേ, വോട്ട്. അപ്പൊ ഇവിടെ ഒരാൾക്ക് കുരു പൊട്ടും. ഈ അമ്മ വേഷം അപ്പൊ പൊളിഞ്ഞടങ്ങും എന്നുള്ളതാണ്. ആദ്യം ഈ നമ്മുടെ കിച്ചുവിന്റെ ആ ഒരു സെലിബ്രേഷന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം, കണ്ടോളൂ. യൂട്യൂബ് ചാനലില് 1 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയി. അതിനാണ് നമ്മളിപ്പോ കേക്കൊക്കെ മുറിക്കാനായിട്ട് ഹായ് കൊടുക്കുകയാണ്. കാണിച്ചാൽ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പൊട്ടുന്നത്. അവരുടെ സന്തോഷങ്ങൾ, അതാണ് ആത്മാർത്ഥത. സന്തോഷം അവരുടെ മുഖത്ത് തന്നെയുണ്ട്. കള്ളത്തരങ്ങളില്ല അവിടെ. ആത്മാർത്ഥതയുണ്ട്. ഇനി നമുക്ക് കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാനുള്ള സമയമാണ്. അതായത് മൈ മീഡിയ ഒറിജിനൽ എന്ന് പറയുന്നത്, ഇത് ഈ രേണു സുധിയുമായിട്ട് ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ ഇട്ടു. ഭയങ്കര വിവാദം, നല്ല രീതിയിൽ റീച്ചൊക്കെ ഉണ്ടായിരുന്നത്. അത് വേറെ ഏത് ചാനലിലായിരുന്നു. ആ പയ്യൻ തന്നെയാണ് ഇൻസ്റ്റയിൽ കരഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു രേണു സുധിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റീലൊക്കെ ഇട്ടില്ലേ. ആ പയ്യൻ തന്നെയാണ് ഇട്ടത്. ആ പയ്യൻ ഇതിനകത്ത് പറയുന്ന, ആദ്യം പറയാം, ഇതിനകത്ത് പുള്ളി പറയുന്ന വെച്ചാൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കയറി വന്നതാണെന്നാണ്. എന്തിനാ ഈ പറയുന്ന നുണകളൊക്കെ അടിച്ചുകൊണ്ട്? ഞാൻ അപ്രതീക്ഷിതമായിട്ട് രേണു സുധിയെ വിളിക്കാതെ, അല്ലെ രണാസുനിയെ വിളിക്കാതെ ക്യാമറയും തൂക്കിക്കൊണ്ട് വന്നു. രേണു സുധി ഇവിടെ ഉണ്ടാവോ എന്തോ, രണാസുന ഇവിടെ ഉണ്ടാവോ എന്തോ, തുറക്കുന്നു. രണാസുന ഒരുങ്ങി കുട്ടത്തിയായിട്ട് വരുന്നുണ്ട്. അതും അപ്രതീക്ഷിതമായിരുന്നു. പിന്നെ അതിനകത്ത് പല പ്രാവശ്യം പറയുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ്, അതുകൊണ്ട് എനിക്കൊന്നും ഒതുക്കാൻ പറ്റില്ല, ഇവിടെ വൃത്തിഹീനമായിട്ട് കിടക്കണമെന്ന്. നീ വിളിച്ച് പറഞ്ഞോണ്ട് എത്രയെങ്കിലും വൃത്തി ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ കണ്ടാണല്ലോ, നമ്മളെ കണ്ടതാണല്ലോ. പിന്നെ ഈ പറയുന്ന രണാസുനയുടെ പിന്നെ ചേച്ചി നല്ല ഭംഗിയായിട്ട് ചുരിദാറൊക്കെ ഇട്ട് വീട്ടിനകത്തൊക്കെ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കൂടെ, അതും അപ്രതീക്ഷിതമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് കുറെ കള്ളങ്ങൾ പൊളിഞ്ഞടങ്ങുന്നുണ്ട്. ദൈവമേ, നീ മഹാനാണ്, നീ ഇത്ര പെട്ടെന്ന് ഓരോന്നിരുന്നിട്ട് പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത്രയും കാലഘട്ടം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ചേച്ചി റിയൽ ആണെന്നാണ് എനിക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. ട്രോഫികളെ കുറിച്ചുള്ള വിശദീകരണമാണ് വരുന്നത്. സുധിച്ചേട്ടന്റെ ഉണ്ട്, കുറെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്തില്ല, സ്ഥലമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ മക്കൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. 2 ദിവസം മുമ്പ് മക്കൾ എന്താ പറഞ്ഞത്? ഇതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ.
അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ. അത് ഞാൻ അവിടെ വെക്കാത്തത് എന്താ, നമ്മുടെ ഋതപ്പൻ, കൊച്ചു പയ്യൻ ഋതപ്പൻ എന്ത് ചെയ്യും, എടുത്തങ്ങ് ഒടിച്ചു കളയും. അതുകൊണ്ടാണ് ഞാൻ ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് അതിന് മുമ്പേ വന്ന് ഷൂട്ട് ചെയ്താണ്. ഇതിലെന്താ പറയുന്നത്, ഇവിടെ വെക്കാൻ സ്ഥലമില്ലെന്ന്, വെക്കാനുള്ള സ്ഥലത്ത് എന്റെ ട്രോഫികൾ ഞാൻ അടുക്കി വെച്ചു. ഇനി ട്രോഫികളെ കുറിച്ചുള്ള വിശദീകരണം നമ്മുടെ രണാസുന സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ മഞ്ജു വാര്യരുടെ തൊട്ടടുത്തുള്ള സ്റ്റാർ പറയുന്നത് കേൾക്കാം. നമ്മുടെ പ്രതീക്ഷ എന്ത് പറയുന്നു? വിളിച്ചായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇപ്പം പുതിയ സിനിമ ഏതാ ചെയ്തിട്ടുണ്ട്? ഇത് ഗുരുപ്രിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 മികച്ച താരജോഡി. ഭയങ്കര താരജോഡിയാന്നല്ലേ പൊതുവെ അഭിപ്രായം? ഇതെന്താ? ഇത് മോഹോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ടാണ് അത് വലിയ മില്യൺസ് ഒക്കെ അടിച്ചു കയറി. മോഹൻ സിനിമയുടെ ആദരവ് അല്ലേ? എത്ര വ്യൂ ആയി മോഹൻ സിനിമ? ഞാനത് അന്ന് കണ്ടത്. എന്നാലും ഏകദേശം മില്യൺസ് കയറി. ഇത് കരിമിഴി കണ്ണൻ എന്റെ പ്രതീക്ഷ ആദ്യത്തെ ആൽബത്തിന്റെ ഇത്രയും മതി. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രേണു സുധി ഓരോ ട്രോഫികൾ എടുത്തുകൊണ്ട് അതിന്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. എന്ന് കിട്ടി, എപ്പോ കിട്ടി. രേണു സുധി മുമ്പ് പറഞ്ഞത് ഞാൻ വരുമ്പോ എനിക്ക് ഓരോ ട്രോഫി ഞാൻ കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല, വെറുതെ കൊണ്ടിടുക, ആരെങ്കിലും എടുത്തുകൊണ്ട് ഋതപ്പനെ ഒടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചു. ഇപ്പം പറയുന്നു അങ്ങനെയൊന്നും അല്ല, എല്ലാ ഡീറ്റെയിലും അറിയാം, ഇവിടെ നിന്ന് എങ്ങനെ എപ്പോ കിട്ടി എന്നുള്ള ഡീറ്റെയിൽ സഹിതം പറയുന്നുണ്ട്. ഫ്രണ്ടിൽ കയറി വരുന്നവർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. സുധിയുടേത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സ്ഥലമില്ലാത്തത് കൊണ്ട് കൊണ്ടുവച്ചു. ഇനി അടുത്തത് ഒരു ബാഗ് ഉണ്ടല്ലോ, ഒരു ബാഗ്. ഇത് സുധീര ഫോട്ടോ മാത്രമാണ് കട്ടിലിന്റെ അടിയിൽ, സുധീര ട്രോഫികൾ കട്ടിലിന്റെ അടിയിൽ, സുധീര ഫോട്ടോ അലമാരിയുടെ മുകളിൽ. ഇനി ഒരു ബാഗ് ഉണ്ടല്ലോ, അത് അലമാരിയുടെ അടിയിൽ. കാണണോ? സംശയം കാണിച്ചു തരാം. നോക്കി, ബാഗിനെ പറ്റി പറയുമ്പോ ഈ പറയുന്ന രണാസുനയുടെ ഒരു വെപ്രാളം കാണണം. കാണിച്ചു തരാം. ക്യാമറ ഓഫ് ചെയ്യടാ, കാണൂടാ, കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുക്കണ കാണുന്ന ക്യാമറ ഓഫ് ചെയ്യും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞോട്ടെ, അത് ഇതിന്റെ അടിയിലങ്ങോട്ട് വെച്ചേക്കാം, തുറക്കുമ്പോ എല്ലാം കൂടെ താഴെ പോകും. ആ, ഇതിന്റെ അടിയിൽ എങ്ങാണ്ട് വെച്ചിരിക്കുകയാണ്, തുറന്ന പുറത്തുനിന്നെല്ലാം കൂടെ താഴെ പോകുന്നത്. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ എങ്ങനെ അടിയിൽ നിന്ന് വലിച്ചെടുക്കും? അതാണ് അവിടുത്തെ പ്രശ്നം. ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അടിയിൽ നിന്ന് വലിച്ചെടുക്കും? പക്ഷെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ ക്യാമറയിൽ പതിഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നോക്കിയോ, അതാ താന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും അടുക്കി താഴ്ന്ന് കേട്ടാ അവിടെ വലിച്ചെടുക്കുകയാണ്. അമ്മയെന്നൊക്കെ വിളിക്കുന്നു, ആ വലിച്ചെടുത്തു. തലേന്നിട്ട ഡ്രസ് ഇതല്ല പെർഫ്യൂം ഉണ്ടാക്കി, ഇത് തലേന്ന് എന്റെ കൂടെ ഉറങ്ങി എഴുന്നേറ്റ് പോയില്ല. ഈ ഡ്രസ് ഇതുവരെ ഈ കയ്യിൽ ഈ ഡ്രസ് കഴുകിയിട്ടില്ല. ചിരിപ്പിക്കാതെ രണാസുന, ഈ കയ്യിൽ ഇതുവരെ കേട്ടും കഴുകിയിട്ടില്ല. ഏതെങ്കിലും ഡ്രസ്സ് കഴുകാറുണ്ടോ? പുതിയത് വാങ്ങിച്ചല്ലേ ഇടുന്നത്? അത് കുറെ കൂട്ടി വെച്ചാൽ അവസാനം ഏതോ കൊണ്ട് വെള്ളത്തിൽ മുക്കി അവിടെ കൊണ്ട് മടയിൽ കൊണ്ട് ഉണക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ബ്ലഡ്, ശ്രീചേട്ടന്റെ ബ്ലഡ് കണ്ടോ നിങ്ങൾ? ബ്ലഡ് കണ്ടോ? ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. രണാസുന ഈ പറയുന്ന ബ്ലഡിൽ അല്ലെങ്കിൽ ഈ സ്മെല്ല് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. സ്മെല്ല് ചെയ്യണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ക്യാമറയിൽ പതിയുന്നുണ്ടോ എന്ന് രണാസുന നോക്കുന്നുണ്ട്. ആ നോട്ടം ഒരു കള്ള നോട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടല്ലോ, ക്യാമറയിൽ എടുക്കുന്നുണ്ടോ? ഞാൻ മണപ്പിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ? സംശയമാണോ? ഞാൻ സംശയം, എല്ലാം വിത്ത് പ്രൂഫ് നമ്മൾ കാണിക്കുന്നുള്ളൂ. നോക്കിക്കോ, അത് മണപ്പിക്കുമ്പോ, ഈ ഡ്രസ്സ് മണപ്പിക്കുമ്പോ രണാസുന നോക്കുന്ന ക്യാമറയെ 2-3 പ്രാവശ്യം നോക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോണേ. ഇതുവരെ ക്യാമറയെ നോക്കിയിട്ടില്ല, ഇതുവരെ വളരെ പ്രൊഫഷണൽ ആയിട്ട് അങ്ങ് അഭിനയിച്ച് വരെയാണ്. ഇനി ഇത് മണപ്പിക്കുന്നത് നീ എടുക്കുന്നുണ്ടോ? നോക്കിക്കോ, മണപ്പിക്കുന്നു. അതാ നോക്കി അതാ വീണ്ടും നോക്കി. പിന്നെ ഇത് ലാസ്റ്റ് കൊണ്ടുപോയ ഷർട്ടാണ്. ഒരു ഷർട്ട് ആള് കൊണ്ടുപോകും, ടീം കൊടുത്ത ഷർട്ട്. ഇത് ബെൽറ്റ് കൊടുത്ത ഷർട്ടാണ്. എപ്പോ എവിടെ പോയാലും ഈ ഷർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഷർട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ആള് വന്നിട്ടുണ്ട്. ആൾ എപ്പോഴും ഇത് കൊണ്ടുപോയി എവിടെ പോയാലും ഇത് എടുത്തോണ്ട് പോകുന്ന. പിന്നെ ഇപ്പൊ മനസ്സിലായല്ലോ, ഈ പറയുന്ന സുധിയെ വിറ്റാണ് ജീവിക്കുന്നത്. സുധിയുടെ ഈ പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ക്യാമറയിൽ നോക്കുമ്പോ മനസ്സിലാവും. ഇത് ക്യാമറയിൽ അവൻ എടുക്കുന്നുണ്ടോ എന്ന് 2-3 പ്രാവശ്യം അവൾ അങ്ങനെ നോക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി ഞാൻ വീണ്ടും ഇടുന്നില്ല, കൃത്യമായിട്ട് നോക്കിയാൽ. ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കൃത്യമായിട്ടുണ്ട്, ഇവള് നോക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവളെ അച്ഛനൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അച്ഛൻ കുറെ സംസാരിക്കുന്നുണ്ട് ഒക്കെ അതിനൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നത്
ഈ സുധിയെ അടക്കിയല്ലോ, ഈ പള്ളിയിൽ അടക്കിയല്ലോ, അതിന് മൊത്തം കാരണം ഈ പറയുന്ന കിച്ചു ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കിച്ചു പറഞ്ഞിട്ടാണ് അടക്കിയത്, കിച്ചു പറഞ്ഞിട്ടാണ് അടക്കിയത് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. ഇപ്പം ഈ പറയുന്ന രണാസുനെ പല വീഡിയോയിലും പറഞ്ഞോളൂ, അച്ഛനും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ വയ്യാതെ കിടക്കുകയായിരുന്നു, ഞാൻ ബോധം കെട്ട് കിടക്കുകയായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഒരിക്കൽ ബോധം കെട്ട് കിടക്കുന്ന ഒരിക്കൽ പറയും ഞാൻ ഇവിടെ വിളിച്ച് സംസാരിച്ചെന്ന് പറയും. എന്നിട്ട് കിച്ചു ആണ് പറഞ്ഞത് അവിടെ അടക്കാൻ എന്നുള്ള. അപ്പൊ ഈ ഒരു പഴിയെല്ലാം കൂടി കിച്ചുവിനെ തലയിൽ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോ നോക്കിയോ, കിച്ചുവിന്റെ പേരിലുള്ള കുറെ പഴികൾ പുറത്തു വരാൻ കിടക്കുന്നുണ്ട്. കിച്ചുവിന് ഉള്ള കാര്യം നിങ്ങളിപ്പം നമ്മളെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, ഈ കിച്ചുവിന് ചെറുപ്പത്തിൽ കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതൊക്കെ ഇപ്പൊ മാറി ഡീസന്റ്. ആ ദുശീലങ്ങൾ പുറത്തു പറയും. അത് ഇനി അവർ ഓരോന്നായിട്ട് പറയാം. അത് ഞാൻ മുമ്പേ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നുമല്ല, ചെറിയ പ്രശ്നം അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കൊച്ചിലെ അവന് കുറച്ച് തരികട പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പം മാന്യമായിട്ട് ജീവിക്കുകയാണ്. ഈ കിച്ചു ഇവർക്കെതിരായിട്ട് പറയാത്തതും ഈ പറഞ്ഞ ഇതൊക്കെ ഇവരിനി ഓൺലൈനിൽ വന്ന് പറയുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അങ്ങനെയൊന്നും കിച്ചു പേടിക്കുകയൊന്നും വേണ്ട. അതൊക്കെ ആൾക്കാർ, ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊള്ളും. അന്ന് അങ്ങനെ ഒരു ദുശീലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, തീർന്നു, അവിടെ തീർന്നു. ആ പേടിയൊന്നും കിച്ചുവിന് വേണ്ട. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.